ചൈന കപ്പലില് ചൈന കുബസ്, അതാണ് ഇന്നത്തെ വിഷയം. ഓക്കെ, ഉള്ളത് ഇവിടെ കിച്ചണിലാണുള്ളത്. നമ്മുടെ ചിപ്പുക്കഥ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കത് കാണാം. ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ഉണ്ട കിട്ടിയതുണ്ട്. 4 ഉണ്ടയിൽ പണി കഴിയും തോന്നുന്നു. മാവ് അരമണിക്കൂറായി, കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറായി. ഇപ്പൊ ഒന്നും ഇട്ടിട്ടില്ല അതിനകത്ത്. ഇവിടെ മിക്കവാറും ഉപ്പൊന്നും മിക്കവാറും ഉപയോഗിക്കാറില്ല. ഉപ്പ് പൊറോട്ടയ്ക്ക് ഒഴിക്കാൻ മാതിരി എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട്. എണ്ണ വെച്ച് 4 ഭാഗമാക്കിയിട്ട് ഇത് എണ്ണയാക്കാതെ ചപ്പാത്തിയിലോ അല്ലെങ്കിൽ ഇതിന് മാത്രം ആക്കുന്ന സംഭവമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചുക അവിടെ പൊടി, മുളക് പൊടി, ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ചൈനീസില് മുളക് പൊടിയാണ്, അല്ല മുളക് പൊടിയാണ്. ഓക്കെ, നമ്മൾ വരയ്ക്കുന്ന ഡിസൈനായിട്ട് മടക്കി ഉണ്ടാക്കി വെക്കണ്ട്. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിവിടെ അടുക്കളയില് പാത്രത്തില് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കുന്നുണ്ട്. അത് എണ്ണ വേണ്ട, നല്ല അത്യാവശ്യം എണ്ണയുണ്ട്. നമ്മുടെ കുക്കിംഗ് റേഞ്ച് താഴെ മുകളിലെ ഹോട്ട് പ്ലേറ്റ് ആണ് സംവിധാനം. താഴെ കുക്കിംഗ് റേഞ്ച് ആണ്, മുകളിൽ ഹോട്ട് പ്ലേറ്റ് ആണ്. അത് ഹോട്ട് പ്ലേറ്റ് ഇത് ഗ്രില്ല് ചെയ്യാനുള്ള ഇതാണ്. രണ്ടും ഇതാവും. എണ്ണ ചൂടായിട്ടില്ല. ചൂടായിക്ക് ശേഷം ഒരു നല്ല ചപ്പാത്തിയാണ് മനസ്സിലുണ്ട്. കത്തിയുണ്ട്, മുറിച്ച് അതിന്റെ കാര്യം ശ്രദ്ധിച്ചാ ഒന്ന് മാത്രം വലിയ പീസ് ആക്കിയിട്ട് ചെയ്യണത്, ബാക്കിയെല്ലാം ചെറിയ വലിയ പീസ് അവസാനം അങ്ങോട്ട് കവർ ചെയ്ത് പൊതിഞ്ഞിരിക്കുക. അത് ടെക്നിക്കൊക്കെ പഠിച്ചോളൂ. ഓക്കെ, ഇനിയിപ്പോൾ അതിനു വേണ്ടി ചൈനയിലേക്ക് വരേണ്ട കാര്യമില്ല. ഞാനിവിടെ ചൈനയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈന ഷിപ്പാണ്, ചൈന ക്രൂവാണ്. ഓക്കെ, പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വലിയ മാവെടുത്ത് 4 വലിയ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറ്റും. പാട് പരത്തിയിട്ട് ഇത് വേവിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. നല്ല കട്ടിയുണ്ട്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അത് എടുക്കുന്ന രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് പോവല്ലോ. ഈ ചുരുട്ടിങ്ങൾ എടുക്കും, ഇതിൽ തന്നെ ചുരുട്ടിയെടുക്കുന്ന സംവിധാനമുണ്ട്. അത് കാണിച്ചു തരാം. അതാ ഭയങ്കര രസം. വേണ്ട, അത് ശ്രദ്ധിച്ചോളൂ. ചുരുട്ടിയെടുത്തിട്ട് നേരെ കല്ലിക്കൊണ്ടിടുക. വെരി ഗുഡ്. എണ്ണ ചൂടായിട്ടില്ല എന്ന് പറയുന്നത് എന്റെ നിർബന്ധപ്രകാരം ആൾ എത്താണ്. സമയം
5:45 ആൾ 5 മണിക്ക് വരും, ഞാൻ 5:30 വരും ഇത് എടുക്കാനായിട്ട്. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. പിസ്സ ബേസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള കുബൂസ് എന്നും പറയാം. 2 സൈഡ് നന്നായി വെന്തിട്ടുണ്ട്, നല്ല കട്ടിയിലുണ്ട് സംഭവം. ഓക്കെ, ഇതാണ് കുബൂസ്. ഈ ചൈനീസിനെ കുബൂസ് നേരിട്ട് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അവര് കട്ട് ചെയ്തിട്ട് ചെറുതാക്കും. ഒരു ചാപ്സ്റ്റിക് ഉണ്ടല്ലോ, ചാപ്സ്റ്റിക്കിൽ കഴിക്കണ മാതിരി പിസ്സ ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവര് പറഞ്ഞ എന്തെങ്കിലും പേരായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം രൂപം മാറി. ഓക്കെ, ഇവിടെ ഗൾഫിലുള്ള കുബൂസിന് മാറിയിട്ട് ഇപ്പോൾ പിസ്സ ബേസ് ആക്കി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എരിവുള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല, ചെറിയൊരു ഉപ്പും മുളകൊക്കെ ഉണ്ട്. പിന്നെ ജാം ഉണ്ടെങ്കിൽ ജാം ഇട്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന സാധനങ്ങളാണ്. ഇതാണ് മില്ലറ്റ് സൂപ്പ്. ഇപ്പം നമ്മൾ ചെറുധാന്യങ്ങൾ എന്ന് പറയില്ലേ, മില്ലറ്റ് സൂപ്പ്. ഇപ്പം നല്ല ആരോഗ്യത്തിന് നല്ല സംഭവമാണ്, ഉപ്പിടാറില്ല അത്. ഓക്കെ, പിന്നെ അതുമാതിരി ബോയിൽഡ് എഗ് ഉണ്ട്, നമ്മുടെ പുഴുങ്ങിയ മുട്ട. അത് നേരിട്ട് മുട്ടയല്ല, അതിൻ്റെ മരുന്നൊക്കെ ഇട്ടുള്ള പുഴുങ്ങിയിട്ടുള്ള, അത് പിന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളുടെ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള സാധനത്തിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പേരിടാം, പിസ്സ ബേസ് ഇടാം, അല്ലെങ്കിൽ കുബൂസ് ഇടാം. ഓക്കെ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ നമ്മുടെ കഞ്ഞിയിൽ ഉപ്പുണ്ടാവില്ലെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് ഈ തൊട്ട് കൂട്ടാനായിട്ടാണ് സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ടുള്ള ചെറിയ ഡിഷ് ഉണ്ടാവും, എന്തെങ്കിലും ഡിഷ് ഉണ്ടാവും. അതിൽ കൂടുതൽ സ്പൈസി ഉണ്ടാവും, ഉപ്പും മുളകൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് സാധാരണ മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടാവും. ധാരാളം ചൈന വിഭവങ്ങളായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ചീഫ് കുക്ക്, താങ്ക് യു, ബൈ.